إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ثم أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അവനെ സൂക്ഷിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിലത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണത്തിനപ്പുറം നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ മനുഷ്യരൊക്കെ 3 വിഭാഗം ആളുകളായി തിരിയും. വകുൻതും അസ്വാജൻ സലാസ, നിങ്ങളാകെ 3 വിഭാഗം ആളുകളായി പരലോകത്തു മാറും. ഇവിടെ പല വിഭാഗങ്ങളും പലരുമൊക്കെയാണെങ്കിലും പരലോകത്ത് 3 വിഭാഗങ്ങളായി മാറും. അതിൽ ഒന്നാമത്തെ ഒരു വിഭാഗം ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരായ ആളുകളാണ്. ആരാണ് വലതുപക്ഷക്കാർ? വഹുമുല്ലദീന അദ്ദൗൽ വാജിബാത്ത് വതറകുൽ മുഹറമാത്ത്, അല്ലാഹു തആല പറഞ്ഞതൊക്കെ ചെയ്യുകയും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്ത ആളുകൾ. وإن حصل منهم بعض تقصير في بعض العقوق التي لا تخل, അവർക്ക് തൗഹീദും ഈമാനും ഒക്കെയുണ്ട്, എങ്കിലും ജീവിതത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ച ആളുകളാണ് അസ്ഹാബുൽ മൈമന. മറ്റൊരു വിഭാഗം ആളുകളുള്ളത് അസ്ഹാബുൽ മശ്അമയാണ്. മാ അസ്ഹാബുൽ മശ്അമ, ആരാണവർ? എന്താണ് അവരുടെ അവസ്ഥ? അവർ അള്ളാഹുവിനെയും പരലോകത്തിനെയും കളവാക്കി ശരിയുടെ മാർഗത്തിൽ നിന്ന് വിദൂരമായി പോയ ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ വസ്സാബിഖൂൻ, മുൻകടന്നവരാണ്. വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, എല്ലാ നന്മകളിലും മുൻകടന്ന ആളുകൾ. വഹുമുല്ലദീന അദ്ദൗൽ വാജിബാത്ത് വൽ മുസ്തഹിബ്ബാത്ത്, ഫറളും സുന്നത്തുമായ അനുവദനീയവുമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും മക്റൂഹായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും അനുവദനീയമായ മുബാഹായ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണ് സാബിഖീങ്ങളായ ആളുകൾ. ഒരുപക്ഷെ ഞാൻ ഇത്ര ആമുഖം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ സൂറത്തിനെ പറ്റി ചിന്തിക്കുന്നവരുണ്ടാകും. ചില ആളുകൾ ആ സൂറത്ത് മനസ്സിലായവരുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറത്ത് വാഖിഅയിലെ ഒരു ചെറിയ രൂപമാണ് പറയാൻ ശ്രമിച്ചത്. ഈ 3 വിഭാഗം പരലോകത്തെത്തുമ്പോൾ നമ്മൾ ഏതിലായിരിക്കും ഉണ്ടാവുക? ഒന്നുകൂടെ ആവർത്തിക്കാം. എല്ലാ നന്മകളും ചെയ്ത് തിന്മകളൊക്കെ മാറ്റിവെച്ച് പരമാവധി സുന്നത്തുകളും അനുവദനീയമായ എല്ലാ കാര്യങ്ങളും പരമാവധി നന്മകൾ ചെയ്ത ആളുകൾ സാബിഖീങ്ങളാണ്. അവർ മുൻകടന്നവരാണ്. അവരാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ചെറിയ ചില ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നന്മകളും ചെയ്ത ആളുകൾ, തൗഹീദും ഈമാനുമൊക്കെ ഉള്ളവർ, അവരാണ് വലതുപക്ഷത്തിന്റെ ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഇടതുപക്ഷമാണ്. അവരുടെ കാര്യം വളരെ കഷ്ടകരമായി ഇരിക്കുമെന്ന് കൂടി മനസ്സിലാക്കാം.
ആരാണ് മുൻകടന്ന ആളുകൾ? വിശുദ്ധ ഖുർആൻ അതേ സൂറത്തിന്റെ ചില ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. വസ്സാബിഖൂന സ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. വസ്സാബിഖൂന സ്സാബിഖൂൻ, നന്മകളിൽ ദുനിയാവിൽ മുൻകടന്നവർ. വഹുമുസ്സാബിഖൂന ഫിൽ ആഖിറതി ലിദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിലും ഫസ്റ്റ് പോകുകാരാ അവരാണ്. ദുനിയാവിൽ നന്മകളിൽ മുൻകടന്നതുകൊണ്ട് സ്വർഗത്തിന്റെ കാര്യത്തിൽ അവരാണ് മുൻകടന്നവർ. ഉലൈകൽ മുഖറബൂൻ, അവരേറ്റവും അടുത്തായിരിക്കും. മുഖറബ്, ഏറ്റവും സാമീപ്യമുള്ള ആളുകളായിരിക്കും. ആരോടാണ് അറിയോ? അല്ലാഹുവിനോട്. അവരെവിടെയാണുള്ളത്? ഫീ ജന്നാത്തിൻ നഈം, അനുഭൂതിയുടെ സ്വർഗത്തോപ്പിലാണ്. ആരൊക്കെ ഉണ്ടാവുന്ന? അടുത്തായത് സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകളും പിൻഗാമികളിൽ നിന്ന് വളരെ തുച്ഛമായ ആളുകളും. രണ്ടായത്തിന്റെ പോലെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒന്ന് സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. അടുത്തത് പറയും ഇവിടെ സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്നൊരു കൂട്ടരും പിൻഗാമികളിൽ നിന്ന് കുറച്ച് ആൾക്കാരും. രണ്ട് വിശദീകരണമാണ് പ്രധാനമായിട്ട് പണ്ഡിതന്മാർ കൊടുത്തത്. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന്റെ തൊട്ടു മുമ്പുള്ള എല്ലാവരും മുൻഗാമികൾ. പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത്. രണ്ടാമത്തെ വിശദീകരണം, ഈ ആയത്തിന്റെ വിശദീകരണം, മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിലെ മുൻഗാമികൾ. പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയുള്ള തലമുറ. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് കൂടി രേഖപ്പെടുത്തുമ്പോൾ നമ്മളിൽ സ്വർഗത്തിൽ മുൻകടക്കുന്ന ആളുകളിൽ നമ്മളിൽ വളരെ കുറച്ചേണ്ടാവുള്ളൂ. അല്ലാഹു ആ മുൻകടക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനത്തെ ആളുകൾ അവർക്കുള്ള സുഖാനുഭൂതിയൊക്കെ അലാ സുറൂറിൻ മൗലൂന, സ്വർണ്ണ നൂല് കൊണ്ടുണ്ടാക്കിയ മെടഞ്ഞുണ്ടാക്കിയ കട്ടിലുകളിലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ സ്വർണ്ണ കട്ടിൽ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ, സ്വർണ്ണ നൂല് കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കട്ടിലുകളിൽ പരസ്പരം ചാരിയിരുന്ന് സംസാരിക്കുന്നവരാണവർ. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീക വകഅസിൻ മിൻ മഈൻ, കോപ്പകളും കൂജകളുമായി ശുദ്ധമായ ഉറവുജലം നിറച്ച് നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ അടുക്കലൂടെ പോകും. അതിൽ നിന്നവർ വല്ലതും കുടിച്ചാൽ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അവർക്ക് അതുകൊണ്ട് തലവേദന ഉണ്ടാകുന്നതല്ല, അവർക്ക് ലഹരിയും ബാധിക്കുന്നതല്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് ഇഷ്ടമുള്ള ഫലവർഗ്ഗങ്ങൾ അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, ആഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. വഹൂറുൻ ഈൻ കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെ വിശാലമായ നയനങ്ങളുള്ള ഹൂർലീങ്ങൾ അവർക്ക് അവിടെയുണ്ട്. ഇതാർക്കാ? സാബിക്കീങ്ങളായ ആൾക്കാർക്കാണ്. ഈ സാബിക്കീങ്ങളായ ആൾക്കാർക്ക് എന്തിനാണ് ഇത് കൊടുക്കണേ? അടുത്ത ആയത്തിൽ പറയാം, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ജസാഅൻ, സമ്മാനം, സമ്മാനം കൊടുക്കണം. എന്തിന്? അവ ഇവിടുന്ന് ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് കൊടുക്കുന്ന സമ്മാനാണ് പറഞ്ഞത്. ആ സമ്മാനത്തിന്റെ അടുത്ത പ്രത്യേകത ലാ യസ്മഊന ഫീഹാ ലഅവൻ വലാ തഅതീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, അവരവിടെ സമാധാനത്തിന്റെ വാക്കുകൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അനവേദനിപ്പിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, അനർത്ഥകമായ ഒരു വർത്തമാനങ്ങളും അവർ അവിടെ നിന്ന് കേൾക്കുകയില്ല. അതാണ് സാബിക്കീങ്ങളായ ആൾക്കാർ. അല്ലാഹു അങ്ങനത്തെ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം ആൾക്കാരെ പറ്റിയാണ് അടുത്തായത്. വസ്ഹാബുൽ മൈമന, മാ സഹാബുൽ മൈമന, വലതുപക്ഷക്കാരായ ആളുകൾ. വലതുപക്ഷക്കാർ പ്രത്യേകം നമ്മൾ പറഞ്ഞു, അവര് തൗഹീദ് ഈമാനൊക്കെ ഉണ്ട്, എങ്കിലും ചില ന്യൂനതകളോ വീഴ്ചകളും കുറവുകളൊക്കെ ഉള്ള ആൾക്കാര്. ആ ആളുകളുടെ പ്രത്യേകത നോക്കി അവർക്ക് എന്താ? അവരെ ആരാണ്? സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്നൊരു കൂട്ടരും പിൻഗാമികളിൽ നിന്നൊരു കൂട്ടരും. സാബിക്കീങ്ങളിലുണ്ടല്ലോ നമ്മളെ ആളുകൾ കുറവാണ് എന്നർത്ഥം. നമ്മളെ ഈ കാലഘട്ടത്തിലെ ആളുകൾ കുറവാണ്. ഈ സാബിക്കീങ്ങൾ, മുൻകടന്ന ആളുകൾ അല്ലെങ്കിൽ മുൻപുള്ള ആളുകൾ, അവരീങ്ങൾ ആരാ? അവർ സഹാബത്തും താബികളും തബഉ താബികളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊരു കൂട്ടം സ്വർഗത്തിലുണ്ടാകും, പിൻഗാമികളിൽ എന്ത് ചെയ്യും? ഒരു കൂട്ടം സ്വർഗത്തിലുണ്ടാകും, വലതുപക്ഷക്കാരിലുണ്ടാകും. എന്നാൽ സാബിക്കീങ്ങളിൽ നേരെ തിരിച്ചാണ്. മുൻഗാമികളിൽ ഒരുപാട് പേരുണ്ടാകും, പിൻഗാമികളിൽ നിന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുള്ളൂ? ഉണ്ടാവുള്ളൂ എന്നാണ്. ഫീ സിദരിൻ മഖ്ലൂദ് വതുൽഹിൻ മൻളൂദ്
അടുക്കുകളായി കുലകളുള്ള വായകളിൽ മുള്ളില്ലാത്ത ഇലന്ത മരത്തിനിടയിൽ വളില്ലിൻ മംദൂദ് നീട്ടപ്പെട്ട തണലുകളിലാണ് വലതുപക്ഷക്കാർ വമായിൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനടുക്കൽ ധാരാളം ഫലവർഗ്ഗങ്ങളുള്ളിടത്ത് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ അതിന്റെ നിലച്ചു പോവാത്ത അനുഗ്രഹങ്ങളാണ് അവയൊക്കെ, തടസ്സപ്പെടുന്നതുമല്ല. തീരൂല. വലതുപക്ഷക്കാരാണ് വിചാരിച്ച എന്ത് ചെയ്യൂല, ഇത്ര മതിയെന്ന് എന്ത് ചെയ്യൂല, പറയൂല, തീരൂലെന്ന്. അവർ ഉയർന്ന മെത്തകളിലാണ്. സ്നേഹനിധികളായ സമപ്രായക്കാരായ കന്യകമാരെ, അവർക്ക് സ്വർഗീയ സ്ത്രീകളെ അള്ളാഹു പ്രത്യേകമായി അസ്ഹാബുൽ യമീനിനുണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ സാബിക്കീങ്ങളെ പറ്റി പറഞ്ഞത് അവർക്ക് ഹൂർലീങ്ങളെ കൊടുക്കുന്ന പറഞ്ഞത്. എന്നാൽ അസ്ഹാബുൽ യമീന പറഞ്ഞപ്പോൾ അല്ലാഹ് കുറച്ചൊന്നിങ്ങോട്ട് താഴ്ത്തി പറഞ്ഞു. എല്ലാം അങ്ങനെയാണ്, അവർക്കുള്ള അതേ പദവിയല്ല എന്ത് ചെയ്യണത് കൊടുക്കുന്ന. ആർക്കുള്ള അറിയോ? അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാർക്കാണ്. ഈ വലതുപക്ഷക്കാരുടെ സ്വഭാവം എന്താ കേൾക്കണ്ടേ? മലമ്പാൽ അവർ താണ്ടിക്കടന്നില്ല. റിസ്ക് പിടിച്ച റോഡാണ്. ഏതാണത്? മലയിലൂടെ പോകുന്ന റോഡ്. എന്താണ് റിസ്ക് പിടിച്ച റോഡ്? അടിമയെ മോചിപ്പിക്കലാണ്. വിശപ്പുള്ള ദിവസം പാവത്തിന് ഭക്ഷണം കൊടുക്കലാണ്. ഏറ്റവും അടുത്ത ബന്ധമുള്ള യതീമുണ്ടാകും. അതേപോലെ തന്നെ സാധുവായ വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനായ മിസ്കീനായ ആളുണ്ടാകും. എന്നിട്ട് വിശ്വസിക്കുകയും ക്ഷമ അവലംബിക്കുകയും അതിൽ പരസ്പര റഹ്മത്തോടുകൂടി കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, സാബിഖീങ്ങളിൽ പെടാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനിയോ ഇല്ലെങ്കിൽ വലതുപക്ഷക്കാരിലെങ്കിലും എത്താൻ ആഗ്രഹിക്കാൻ നമുക്ക് അള്ളാഹു സാബിഖീങ്ങളിൽ തന്നെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ വിഭാഗം ആൾക്കാരറിയോ? മൂന്നാമത്തെ വിഭാഗം ആൾക്കാരെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷം. എന്താണ് അവരുടെ അവസ്ഥ? അവരെ ഇത് മുന്നിലുള്ളവരെ പറഞ്ഞതുപോലെ എന്തായിരിക്കും ഇനി അവരുടെ അവസ്ഥ? അവര് ചുട്ടുതിളക്കുന്ന ഉഷ്ണക്കാറ്റിലാണ്, അടിച്ചു വീശുന്ന ഉഷ്ണക്കാറ്റിലാണ്, ചുട്ടുതിളക്കുന്ന ചുടുവെള്ളത്തിലാണ് അവർ. കരിമ്പുകയുടെ തണലുണ്ടാകും. മറ്റേവരെ പറ്റി എന്താ പറഞ്ഞത്? പറഞ്ഞോ? വളില്ലിൻ മംദൂദ്, നീട്ടപ്പെട്ട തണലുണ്ടാകും. ഇവർക്ക് പുകയുടെ തണലാണ്. പുകയിൽ പോയ എന്തേക്കാര അവസ്ഥ? എങ്ങനെ പുകയിൽ കൂടെ പോവുക? കണ്ണ് കാണൂല, അത് ചൂടുണ്ടാകൂലേ? കരിമ്പുകയുടെ തണലാണ്. ഒരു തണുപ്പും ആ കരിമ്പുക കൊടുക്കുന്നതല്ല. അവർക്ക് സമാധാനവും ആ കരിമ്പുകയുടെ തണല് കൊടുക്കുന്നതല്ല. അവരെന്തേ നരകത്തിൽ പോകാനുള്ള കാരണം അറിയോ? അള്ളാഹു അടുത്ത ആയത്തിൽ പറയണോ നിങ്ങളെ? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ, അവര് തീർച്ചയായും മുമ്പ് സുഖലോലുപന്മാരായിരുന്നു. ദുനിയാവിൽ അടിച്ചു പൊളിക്കേനി, മരണമൊന്നുമില്ല, ഇപ്പൊ തീർക്കണം, ഇനി കിട്ടൂല, ലൈഫ് ഒന്നേ ഉള്ളൂ, മൈ ലൈഫ് ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അതുമാണെങ്കിൽ പരമാവധി മുതലാക്കിക്കോളൂ എന്ന് പറഞ്ഞ ആൾക്കാരാണെന്ത് അവരവസ്ഥയാണ് ഈ പറയുന്നത്. അവര് പറഞ്ഞതറിയോ? വലിയ പാപങ്ങൾ ഉറച്ചു നിൽക്കായിരുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില പാപങ്ങളുണ്ട്. വേണ്ടാന്ന് തീരുമാനിച്ചിട്ടേ പിന്നെ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ ഇതിൽ പെടും. അല്ലാഹു കാക്കുമാറാവട്ടെ. പാപങ്ങൾ ഉറച്ചു നിൽക്കുക. എത്ര വേണ്ടാന്ന് തീരുമാനിച്ചാലും സാഹചര്യം കിട്ടിയല്ല അതിലേക്ക് പോവുക. വേണ്ടെന്ന് തീരുമാനിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് ബെഡിലെത്തിയാൽ വീണ്ടും അവിടേക്ക് പോകുന്നു. ഫ്രീ കിട്ടിയാൽ വീണ്ടും തിന്മകളിലേക്ക് പോകുന്നുണ്ടോ? നിർത്താൻ പറ്റാത്ത പാപങ്ങൾ. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. മൂന്നാമത്തെ അവരെ കാരണം എന്താ പറഞ്ഞത്? വഖാനു യഖൂലൂന ഇദാ മിത്ന വകുന്നാ തുറാബൻ വഇളാമ അയ്നാ ലമബ്ഊതൂൻ, മരിച്ചു മണ്ണോട് ചേർന്നിട്ട് ഇനിയും ജീവിക്കുമെന്നോ? ഇതുണ്ടാവില്ലേ സുഹൃത്തുക്കളെ? നമ്മളങ്ങനെ പറയുന്നില്ല, പക്ഷേ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ പാപങ്ങളിൽ നിന്നുകൂടി അകലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്നിട്ട് ഈ മൂന്ന് കൂട്ടരും അള്ളാഹു താല പറഞ്ഞിട്ട് സൂറത്ത് വാഖിഅയിൽ മരണാനന്തര ജീവിതത്തിന് ചില തെളിവുകൾ അള്ളാഹ് പറഞ്ഞു. മഴ വർഷിപ്പിക്കുന്നത്, ചെടി മുളക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടേ ആ സൂറത്ത് അള്ളാഹ് അവസാനിപ്പിക്കണം. എങ്ങനെ അറിയോ? മരണത്തെ പറഞ്ഞിട്ടാണ്. നിങ്ങളിവിടെ എത്ര കാലങ്ങൾ ജീവിച്ചാലും ഒരു ദിവസം എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോകും. ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടും.
ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്നതോടുകൂടി നിങ്ങൾ മറ്റൊരു ലോകത്തേക്കു യാത്ര തിരിക്കുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ആ മരിക്കുന്ന മനുഷ്യൻ മുഖറബീങ്ങളിൽ പെട്ടവനാണെങ്കിൽ, മുഖറബാര മറക്കരുത്, മുഖറബാര ഫർളും ചെയ്യും സുന്നത്തും ചെയ്യും അനുവദനീയമായ എല്ലാ പരമാവധി നന്മകളിൽ മുന്നേറുന്ന ആളുകൾ. അല്ലാഹു പറഞ്ഞല്ലേ വസ്സാബിഖൂന സാബിഖൂൻ, നന്മകളിൽ മുന്നേറുന്നവർ. അവർ ദുനിയാവിൽ നന്മകളിൽ ഒന്നാമതാണ്, പരലോകത്ത് സ്വർഗത്തിലും ഒന്നാമതാണ്. ആ ആളുകളുടെ മരണത്തിന്റെ നേരത്ത് മലക്കുകൾ അവരിലേക്ക് വരുന്ന മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആളുകൾ മരിക്കുന്ന നേരത്ത് മലക്കുകൾ ഒന്ന് പറയോലെ ഉഖ്രിജി അയ്യതുൻ നഫ്സു തയ്യിബ, നല്ല ആത്മാവേ പോരാൻ റെഡിയായിക്കോ. കാനത ഫിൽ ജസദി തയ്യിബ, നിന്റെ ആത്മാവ് ഏറ്റവും നല്ല ഒരു ശരീരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉഖ്റുജി ഹമീദ, സ്തുത്യർഹനായി പോന്നോളൂ. വഅബ്ശിരി ബിറൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഉളബാൻ, റൗഹിലും റൈഹാനോടും കൂടി ദേശമില്ലാത്ത റബ്ബിന്റെ തൃപ്തിയോയിലേക്ക് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോന്നോളൂ. ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം, അയാൾക്ക് ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനം സ്വർഗത്തിൽ കൊടുക്കും. സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പ് അയാൾക്ക് കൊടുക്കും. അതാർക്കാ കിട്ടുക? നല്ല മുഖറബീങ്ങളായ ആളുകൾക്കാണ്. ഇനിയോ വലതുപക്ഷത്തിന്റെ ആള് മരിപ്പിക്കാൻ വരുമ്പോ മരിപ്പിക്കാൻ വരുമ്പോ മലക്കൾ അത്ര സന്തോഷത്തിന്റെ വാർത്ത പറയണില്ല. മലക്കൾ പറയണ എന്തേ ഉള്ളൂ അറിയോ? തുബശ്ശിറുഹുൽ മലായിക ബിദാലിക്, മലക്കള് വന്നിട്ട് സന്തോഷ വാർത്ത പറയും. മലക്കയാളോട് പറയുന്നതാണ് സലാമുൻ ലക്, ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, പോകാൻ റെഡി ആയില്ലേ, ലാബാസ, പ്രശ്നമൊന്നുമില്ല, പോവല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. അൻത ഇലസ്സലാം, ഇനി നമ്മൾ സമാധാനത്തിലേക്ക് പോകാം. മിൻ അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാരെ കൂടെ പോകാം. എന്നാൽ തൊട്ട് മുമ്പ് മരിക്കാമെന്ന് സ്ഥാപിക്കായ ആളില്ലേ, അയാളോട് മലക്കുകൾ വളരെ സന്തോഷത്തോടുകൂടി അയാളെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് പോണേ. രണ്ടാമത്തെ ആളെ ഇടങ്ങേറാക്കാതെ സമാധാനിപ്പിച്ചു പോകുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, അവരെ പറ്റിയാണല്ലോ പറഞ്ഞേ. വലതുപക്ഷത്തിന്റെ ആളാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ അവനോട് സലാക്ക പറഞ്ഞ് അത് സെറ്റാക്കും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലേ. എന്താ വലതുപക്ഷക്കാരെ മാറ്റം എന്താ? അവര് തൗഹീദും ഈമാനൊക്കെ ഉണ്ട്, എന്നാലും ചില ന്യൂനതകൾ അവരെടുക്കലുണ്ട്. അതങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്കായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് നോക്കണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല, അത് കാണണ്ട തീരുമാനിക്കാൻ പറ്റുന്നില്ല, ആ ചാനലൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ എല്ലാ ആൾക്കാർ, എന്നാലും സകല നന്മകളും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ഈ അസ്ഹാബുൽ യമീൻ എന്നുള്ളത്. മൂന്നാമത്തെ ആൾക്കാരാരാ? അവർ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. അവരോട് മലക്കുകൾ വന്നിട്ട് പറയുന്ന വൃത്തികെട്ട ആത്മാവെ പോകാൻ റെഡിയായിക്കോ. കാനത്ത് ഫിൽ ജസദിൽ ഖബീഫ്, വൃത്തികെട്ട ശരീരത്തിലായിരുന്നു നീ ഉണ്ടായിരുന്നത്. ഉഖ്റുജി ദമീമാ, നിന്യനായി നീ പോയിക്കോളൂ. വഅബ്ശിരി ബിഹമീമിൻ വഅസാകിൻ, നിനക്ക് ചുടുവെള്ളമാണുള്ളത്, ചുട്ടുതിളക്കുന്ന നരകമാണുള്ളത്. പോരാ റെഡി ആയിക്കോ, എന്റെ കാര്യം കട്ടപ്പുകയാണ് എന്ന് അയാളോട് പറയുന്നു. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഫഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ ഫനുസുലും മിൻ ഹമീം വതസ്ലിയത്തുൽ ജഹീം, അവന് ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരായിരിക്കും, ചുടുവെള്ളം കൊണ്ട് ഉള്ള സൽക്കാരായിരിക്കും. അതേപോലെ തന്നെ നരകത്തിൽ വെച്ചുള്ള ചുട്ടെരിക്കലുമായിരിക്കും അവനുണ്ടാവുക ഇടതുപക്ഷക്കാരനായാൽ. സുഹൃത്തുക്കളെ, ഒരു ജാഗ്രത വേണം. എന്നിട്ട് അല്ലാഹു തആല അവസാനത്തെ 2 ആയത്ത് സൂറത്ത് വാഖിയ അവസാനിപ്പിക്കണം. എന്ന് പറഞ്ഞിട്ട് അറിയോ? ഇന്ന ഹാദാ ലഹു ഹഖ്കുൽ യഖീൻ, ഇതൊരു സത്യാട്ടോ. ഏത്? മരണം ഉണ്ട് എന്നുള്ള സത്യാണ്, മരണത്തിനപ്പുറം പരലോകം ഉണ്ട് എന്നുള്ള സത്യാണ്. ആ സത്യത്തിലേക്ക് നിങ്ങൾ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിച്ചോ മനുഷ്യ. സദാ ദിക്റു ചൊല്ലുന്ന, റബ്ബിനെ ഓർക്കുന്ന നാവിന്റെ ഉടമയായി നീ മാറിക്കോന്ന. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സദാ ഓർക്കാം. അള്ളാഹുവിനെ സദാ ഓർക്കുന്ന ആളാണ് സാബിഖ്. കാരണം എന്താ? ഇഹ്സാൻ അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്താന്ന് പറഞ്ഞു, ഈമാൻ എന്താന്ന് പറഞ്ഞു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക.
നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു സദാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഫോണിൽ കാണുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടം കൊണ്ട് നോക്കുമ്പോൾ, ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആരും അറിയില്ല. പക്ഷെ ആരറിയും? അള്ളാഹു അറിയും. ആ അള്ളാഹു അറിയുമെന്ന ബോധ്യമാണുള്ളത്. മുൻഗാമികളിൽപ്പെട്ട ആളുകളോട് ചോദിക്കാറുണ്ട്, ഒരു കൂട്ടം ആടുകൾ പോകുന്നു, അതിൽ നിന്നൊരാടിനെ തരുമോ, യജമാനൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു പ്രതികരിച്ചത്, യജമാനൻ അറിയില്ലെങ്കിലും അള്ളാഹു അറിയുമല്ലോ എന്നാണ്. പാൽക്കാരി പെൺകുട്ടിയുടെ കഥ ഉമർ അള്ളാഹുവിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അവൾ പറഞ്ഞത്, പാലിൽ വെള്ളം ചേർത്താൽ ഉമർ അറിയില്ലെങ്കിലും അള്ളാഹ് അറിയുമെന്നാണ്. ആ ബോധ്യമുള്ളവരാണ് സാബിക്കീങ്ങൾ. അവര് നന്മകളിൽ മുന്നേറും. സുഹൃത്തുക്കളെ, ആയുസ് എത്രയുണ്ട് എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഉള്ള ആയുസ്സിനെ ഫലപ്രദമായി ഉപയോഗിക്കാം. അള്ളാഹു സാബിക്കീങ്ങളിൽ, നന്മകളിൽ മുൻകടക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക നബിയിന മുഹമ്മദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ എന്ത് കള്ളത്തരം ചെയ്യാൻ പറ്റും, ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റും, ആർക്കും ആരോട് എന്തും ചെയ്യാൻ പറ്റും. ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം കേട്ട വാർത്ത, ആളില്ലാത്ത കുറേ ആളുകൾ വോട്ട് ചെയ്തു എന്നതൊക്കെയാണ്. ശരിയും തെറ്റുകളുമൊക്കെ തീരുമാനിക്കേണ്ട സ്ഥലങ്ങൾ വേറെയാണ്. പക്ഷെ അതൊരു വാർത്തയാണെങ്കിൽ ഇവിടെ അതിനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എല്ലാത്തിനെയും ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടാകും. റോഡിൽ വെച്ച് ഉമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം ഉണ്ടാകും. ആളുകൾ പറയും, ആ ഉമ്മക്കത് കിട്ടേണ്ടത് തന്നെയായിരുന്നു, അടി ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയും. ഇനി നേരെ തിരിച്ച് അടിച്ച ആളെക്കുറിച്ചും പറയണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും പൂർത്തീകരണമല്ല, ഒരു പരീക്ഷണാലയമാണ്. അവിടെ തൽക്കാലം പരീക്ഷ എഴുതാൻ വന്ന ആളുകളാണ് ഞാനും നിങ്ങളും. പക്ഷേ പരീക്ഷാ ഹാളിൽ നമ്മുടെ റിസൾട്ട് എന്താകുമെന്നാണ് ആലോചിക്കേണ്ടത്. അവിടെ നന്മകളിൽ കനം തൂങ്ങുന്നവർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. നന്മകൾ പരമാവധി ചെയ്യാൻ സൗകര്യങ്ങൾ നമുക്കെമ്പാടുമുണ്ട്. ജമാഅത്തടക്കമുള്ള എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് സൗകര്യമുള്ള നാടിൽ, അതേപോലെ തന്നെ തിന്മകൾക്കും സൗകര്യമുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ നന്മകളിൽ മുന്നേറി മരണത്തിനു മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് അമലുകൾ ചെയ്ത് നാളെ പരലോകത്ത് അമലുകളുമായി ചെന്ന് അതിൽ തന്നെ മുൻകടന്ന് സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. സാമ്പത്തിക ബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുമായി ഓടി നടക്കുന്നവർ അല്ലാഹു എല്ലാവർക്കും നല്ല അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. عباد الله